ഇപ്പോഴത്തെ ഈ കറന്റ് വാർ സിറ്റുവേഷനിൽ എയർ സ്പേസ് ക്ലോഷർ കാരണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കാരണോ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ ഓൺലൈനിലാണോ ടിക്കറ്റ് എടുത്തത് അല്ലെങ്കിൽ വേറെ ഏജന്റ് വഴിയാണോ ടിക്കറ്റ് എടുത്തത്, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ഹെൽപ്പ് ലൈൻ സ്മൈൽ ട്രാവൽ സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എന്തെങ്കിലും ട്രാവലിംഗ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവരെ മെൻഷൻ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടാലോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, അശ്വിനാണ്. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നല്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോ നിലവില് ടിക്കറ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ യുദ്ധമൊക്കെയാണ്, അത്ര നല്ല വാർത്തകളല്ല നമുക്ക് ചുറ്റുപാടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് എല്ലായിടത്തേക്കും ട്രാവലുകൾ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ എയർ സ്പേസ് ഒക്കെ അടയ്ക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ കുറെ പേര് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളവരും അതുപോലെ പല പല സൈറ്റുകളിൽ നിന്നായിട്ടും ഒക്കെ ടിക്കറ്റ് എടുത്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, നിങ്ങൾക്ക് ഒരു ട്രാവൽ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിങ് വഴി നമുക്ക് അത് റീഷെഡ്യൂൾ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഒഫീഷ്യൽ നമ്പർ ഇപ്പൊ ഈ കുറച്ച് ദിവസത്തേക്ക് ഒരു 1 വീക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ആക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ചേഞ്ചിങ്ങിന്റെ ഭാഗം നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഇപ്പൊ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യും, ഇനി അല്ലെങ്കിൽ അതിന്റെ റീഫണ്ട് പോളിസി എന്താണ്. പല എയർലൈനുകളും റീഫണ്ട് പ്രൊസീഡ് ചെയ്തിട്ട് അവരെ ക്രെഡിറ്റ് ഷെല്ലായിട്ടാണ് ചിലപ്പോൾ നിർത്തി തരിക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളിൽ കുറെ സംശയം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്തിടാണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാവൽ സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്മൈൽ ട്രാവൽ സൊല്യൂഷൻസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ അത് ആർക്കെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരമാവട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ എന്തായാലും സ്റ്റേ സേഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.